കുട്ടിച്ചാത്താനുമുണ്ടോ എന്തോ. ഫ്ലാഷ്ബാക്ക്. മായാവിയെ കണ്ട സന്തോഷത്തിൽ തിരിച്ചു പോകുന്ന കൂട്ടുകാർ. പാണ്ഡവും സാറയും വേണമായിരുന്നു. അവർ പെട്ടെന്ന് മടങ്ങിപ്പോയി. അതെ, പിന്നെ ഞാൻ ആ ഗുഹയിൽ സ്വാർത്ഥ ബുദ്ധി കാണിക്കാൻ പാടില്ലായിരുന്നു അല്ലേ? അവർ അതിൽ ദേഷ്യപ്പെട്ടു പോയി. പോച്ചേ, സാരമില്ല കുച്ച. കുച്ച, അങ്ങോട്ട് നോക്ക്, ഒരു പാഴ ഉരുണ്ടു പോകുന്നു. അയ്യോ, അതെങ്ങനെയമ്മോ? അറിയില്ല കുച്ച, ഞാൻ ഇപ്പൊ ആ പാറയെ തൊട്ടതേ ഉള്ളൂ. അപ്പോഴേക്കും ആ പാറ ഉരുളാൻ തുടങ്ങി. ഓ ശരി, എന്തെങ്കിലും ആകട്ടെ, നീ വേഗം വായോ. അങ്ങനെ അവർ മുന്നോട്ട് നടക്കുന്നു. അമ്മോ, എനിക്ക് ഭയങ്കര ശക്തി കിട്ടിയ പോലെ തോന്നുന്നു. എന്തോ ഒരു മാറ്റം. അജയ് അജയ്, എല്ലാരും അങ്ങോട്ട് നോക്കൂ. ആ മരത്തിൽ കുറേ പഴങ്ങൾ. നമ്മൾക്ക് പറിച്ചാലോ? ചാടി പറിക്കാം. അങ്ങനെ കുട്ടൻ ആ പഴങ്ങൾ ചാടി പറിക്കാൻ ശ്രമിക്കുന്നതിനിടെ പെട്ടെന്ന് പറന്ന് മുകളിലേക്ക് ഉയരുന്നു. അമ്മോ, ഇത് നോക്ക്, ഞാൻ സൂപ്പർമാൻ ആയി. ഇതെന്താ കുട്ട, എന്തു പറ്റി? കുട്ടൻ പറന്നുയരുകയും പഴങ്ങൾ പറിക്കുകയും ചെയ്യുന്നു. എങ്കിൽ ഞാനും പറക്കാൻ നോക്കട്ടെ. അയ്യോ, കൂട്ടുകാരെ, ആ മായാവിയുടെ ഗുഹയിൽ പോയവർക്ക് ഒരു ദിവസം മുഴുവൻ അമാനുഷികമായ ശക്തി കിട്ടും. അതാണ് സംഭവം. അതെ, എന്നിട്ട് ഞാൻ വീണതോ? ജിങ്ക, ആ ശക്തി മനുഷ്യർക്ക് മാത്രമേ കിട്ടുള്ളൂ. അത് ചതിയാണല്ലോ. അജയ് അജയ്. അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടെ അവർ ഒരു കരച്ചിൽ കേൾക്കുന്നു. 12 seconds later. 20 minutes later. എന്നെ രക്ഷിക്കണേ. വരൂ, ആരോ അപകടത്തിലാണ്. അതെ, നമുക്ക് പോയി നോക്കാം. അയ്യോ, മരം വെട്ടുകാരൻ സിംഹരാജന്റെ കയ്യിൽ കുടുങ്ങിയിരിക്കുന്നു. എങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഈ ശക്തി ഉപയോഗിച്ച് നമുക്ക് ആ മരം വെട്ടുകാരനെ രക്ഷിക്കാം. അങ്ങനെ കുട്ടൻ മരം വെട്ടുകാരനെ സിംഹരാജന്റെ കയ്യിൽ നിന്നും രക്ഷിക്കുന്നു. വലിയ നന്ദി, നിങ്ങൾ എന്നെ വീണ്ടും രക്ഷിച്ചു. ഈശ്വര, അങ്ങോട്ടൊന്ന് തിരിയുമ്പോഴേക്കും ആളെ കാണുന്നില്ലല്ലോ. ഇനിയിപ്പോ ഇവിടെ വല്ല കുട്ടിച്ചാത്താനും ഉണ്ടോ എന്തോ.